എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി സേമിയ ബിരിയാണിയാണ്. സേമിയ ബിരിയാണി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടണം. അതിനുശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടിയും ഇടുകയാണ്. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കൂടിയും ആഡ് ചെയ്യാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുക, ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് വേറെ ഏത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും അത് ആഡ് ചെയ്യാം. അതായത് ബീൻസ്, പീസ്, പൊട്ടാറ്റോ ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് ആണെങ്കിൽ ടേസ്റ്റ് ഇനി കൂടുകയുള്ളൂ. അപ്പോൾ ഈ ക്യാരറ്റും സവാളയും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. സവാള നല്ല ബ്രൗൺ കളർ ആവണം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ആ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം പോകണം, അതുവരെ വഴറ്റണം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടയണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് കുറച്ച് പുതിന ഇലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി അതിലേക്ക് ചേർക്കുകയാണ് ഞാൻ. പുതിന ഇലയും കറിവേപ്പിൻ്റെ ഇലയും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം. അതൊന്ന് എല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് ചെന്നാക്കടല നന്നായിട്ട് വേവിച്ച് ചെന്നാക്കടലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വേവിച്ച വെള്ളവും കൂടി ഒഴിക്കുകയാണ്. എന്നിട്ട് സേമിയ വേവാനുള്ള അത്രയും വെള്ളവും കൂടി എക്സ്ട്രാ ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടിയും ഇടുകയാണ്. എന്നിട്ടൊരു 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി. അപ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് മൂടി വെക്കണം ഒരു 5 മിനിറ്റ് നേരം. എന്നിട്ട് 300 ഗ്രാം സേമിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയ 300 ഗ്രാം അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മെല്ലൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു 5 to 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അല്ലെങ്കിൽ സേമിയ ഒന്ന് വേവണ വരെ മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ 300 ഗ്രാം സേമിയ വേവാനുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സേമിയ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇത് അധികം കുഴയാതെ തന്നെ ഇതുപോലെ നല്ല ബിരിയാണിയുടെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. ഇതിന് വേറെ സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നും വേണ്ട, അത് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സേമിയ ബിരിയാണി ഉണ്ടാക്കി നോക്കണം. ഇതൊരു വെജിറ്റേറിയൻ സേമിയ ബിരിയാണിയാണ്. ഇതിൽ വേണമെങ്കിൽ നോൺ വെജ് വേർഷനും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. മുട്ട യൂസ് ചെയ്യാം, ചിക്കൻ എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, നിങ്ങളുടെ കമൻസും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.